അടുത്ത കാലത്ത് വരെ വിചാരണ തടവുകാരിയായി കഴിഞ്ഞ ഗ്രീഷ്മ ഇന്നലെ മുതൽ ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന തടവുകാരിയാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഗ്രീഷ്മയുടെ വാസം. റിമാൻഡ് കാലാവധിയിലെ താമസം കൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് ജയിൽ പുത്തരിയല്ല. ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ 2025 ആദ്യ വനിതാ തടവുകാരിയെന്ന് റിപ്പോർട്ട്. അതുകൊണ്ട് 1/2025 എന്ന നമ്പറാണ് ഗ്രീഷ്മയ്ക്ക് നൽകിയിരിക്കുന്നത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 14-ാം ബ്ലോക്കിൽ മറ്റ് 2 റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ താമസിപ്പിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തോടെ ജയിലിലെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കി. വിചാരണകാലത്തും ഗ്രീഷ്മ ഇതേ ജയിലിൽ തന്നെയായിരുന്നു. എന്നാൽ സഹതടവുകാരികളുടെ പരാതിയെ തുടർന്ന് 2025 സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. ഗ്രീഷ്മയുടെ വധശിക്ഷയെക്കുറിച്ച് 2 വാദങ്ങളാണ് ഇപ്പോൾ നിലവിലുയരുന്നത്. കൊല്ലപ്പെട്ട ഷാരോൺ രാജിന് നീതി ലഭിച്ചെന്ന് ഭൂരിപക്ഷ ശബ്ദം ഉയരുമ്പോൾ ഗ്രീഷ്മയെ തൂക്കുകയർ വിധിച്ചതിൽ മുഖം ചുളിക്കുകയാണ് മറുവശം. മുൻ ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ളവർ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ നൽകിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടെ മേൽക്കോടതികളിൽ നിന്ന് ശിക്ഷാ ഇളവ് ചെയ്ത് ലഭിക്കാനുള്ള സാധ്യത തെളിയുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെ ജയിലിലെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മയുടെ ജയിൽവാസവും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും ശിക്ഷ നടപ്പാക്കാൻ സാധ്യത കുറവാണെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. മേൽക്കോടതിയിൽ നിന്നും ശിക്ഷാ ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മയ്ക്കുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടും കാമുകനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മയോടുള്ള മലയാളികളുടെ കലിപ്പ് തീരുന്നില്ല. വധശിക്ഷ നൽകാനുള്ള കോടതി തീരുമാനത്തെ ഇരുകൈയും നീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത്. വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പ്രതിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ പൊതുസമൂഹം അതിൽ തൃപ്തരാകുമായിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഹ്ലാദ പ്രകടനവും നീതി നടപ്പിലായതിന്റെ ആശ്വാസവുമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പൈശാചിക മനസ്സുള്ള യുവതി എന്നാണ് ഗ്രീഷ്മയെ പ്രോസിക്യൂഷൻ വിശേഷിപ്പിച്ചത്. ഇത് കോടതി അംഗീകരിച്ചതിന്റെ തെളിവാണ് പ്രതിഭാഗം നിരത്തിയ ഒരു വാദവും അംഗീകരിക്കാതെയുള്ള വിധി. കടുത്ത ഭാഷയിലാണ് ഗ്രീഷ്മയെ മലയാളികൾ വിമർശിക്കുന്നത്. മനുഷ്യന്റെ രൂപമുള്ള പൈശാചിക ജന്മമെന്നാണ് നിരവധി പേർ വിശേഷിപ്പിക്കുന്നത്. ശിക്ഷ വിധിച്ചതിന് ശേഷമുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ ഒന്നിൽ ഒരു ഉപയോക്താവ് പറയുന്നത്, ജയിലിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗ്രീഷ്മയെ അടുക്കളയുടെ ഭാഗത്തേക്ക് അടുപ്പിക്കരുതെന്നാണ്. ഷാരോൺ രാജിനെ കഷായത്തിൽ വിഷം കലർത്തി കൊന്നതിനാണ് ഗ്രീഷ്മ ജയിലിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ ഗ്രീഷ്മയാണ് കുറ്റവാളി എന്ന് തെളിഞ്ഞപ്പോൾ പലതരത്തിലുള്ള ട്രോളുകളും വാർത്തകളും നമ്മൾ കണ്ടതാണ്. കമന്റുകളിലെല്ലാം തന്നെ ഗ്രീഷ്മയെ കഷായം ഗ്രീഷ്മ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ആളുകൾ രോഷം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ ഇനി പോകുമ്പോൾ ഗ്രീഷ്മയെ അടുക്കളയിൽ കയറ്റരുത് എന്ന് ജനങ്ങൾ കമന്റ് ചെയ്യുന്നത്. ഷാരോൺ രാജ് കൊലക്കേസിൽ അന്വേഷണം ഏറ്റെടുക്കാൻ കേരള പോലീസിനെ സഹായിച്ചത് ഗ്രീഷ്മ നടത്തിയ തട്ടിക്കൊണ്ടുപോകലാണ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധിയിൽ തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിനും ശിക്ഷ നൽകിയതോടെ നിയമപരമായി കേസ് കൂടുതൽ ദൃഢവുമായി. കേരള പോലീസ് ഈ നീക്കം നടത്തിയിരുന്നില്ലെങ്കിൽ കേസ് അന്വേഷണം തമിഴ്നാട് പോലീസിന് കൈമാറേണ്ടി വരുമായിരുന്നു. കാരണം കുറ്റകൃത്യത്തിന്റെ പ്രധാന ഭാഗം നടന്നത് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂവമ്പളിക്കോണത്തെ ശ്രീനിലയം എന്ന വീട്ടിൽ വെച്ചാണ്. നിയമപരമായി കൃത്യം നടന്ന സ്ഥലത്തെ പോലീസിനാണ് അന്വേഷണ ചുമതല. അന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ ഒരുപക്ഷെ കേരളത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന് കേരള പോലീസ് സംശയിച്ചു. തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നാണ് ഈ കുരുക്കഴിക്കാൻ വഴി കണ്ടെത്തിയത്. ഷാരോണിനെ ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ എന്നതാണ് കേസെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അതോടെ തട്ടിക്കൊണ്ടുപോയതിലും ഗ്രീഷ്മയ്ക്കെതിരെ കേസെടുത്തു. അതോടെ കേസ് കേരളത്തിൽ നിലനിർത്താനും കഴിഞ്ഞു.